പറഞ്ഞു കൊല്ലത്ത് 40 ഡിഗ്രി കഴിഞ്ഞു. 40 ഡിഗ്രി ചൂട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചില റിപ്പോർട്ടിംഗ് അസൈൻമെന്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ ദിലീപ് ദേവസ്യ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ കാണിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. കൊല്ലത്ത് ചൂട് സഹിക്കാൻ വയ്യാതെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ദിലീപ് ദേവസ്യ. മുങ്ങിക്കിടക്കുമ്പോൾ ഒരല്പം ആശ്വാസമുണ്ട് എന്നാണ് ദിലീപ് നമ്മുടെ ടീമിനെ അറിയിച്ചത്. സുരക്ഷാ മുൻകരുതലോടെ അല്ലാതെ ആരും വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമുക്ക് ദിലീപിലേക്ക് പോകാം. നീന്തൽ അറിയാത്തവർ ഒട്ടും ഇറങ്ങരുത്. നീന്തൽ അറിയാമെങ്കിലും പരിചിതമല്ലാത്ത ജലാശയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ദിലീപ് ഇറങ്ങിയ ജലാശയം നമ്മളിതാ കണ്ടു തുടങ്ങി. ഇനി ദിലീപിലേക്ക് കൂടി നമുക്ക് പോകാം. ദിലീപ് ദേവസ്യ, കമോൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. പുനലൂരിലെ കല്ലടയാറ്റിൽ. കൊല്ലം ജില്ലയിൽ ഇപ്പോഴത്തെ ചൂട് 40 ഡിഗ്രി പിന്നിട്ടിരിക്കുകയാണ്. ചൂടിനെ പ്രതിരോധിക്കാൻ ഏക പോംവഴി ഇതുപോലുള്ള ജലാശയങ്ങളിൽ നീന്തി കുളിക്കുക എന്നുള്ളതാണ്. നീന്തൽ അറിയുന്നവർ മാത്രമേ ഇതിന് മുതിരാവൂ. ദിലീപിന്റെ കുളിസീനാണോ കാണിക്കുന്നതെന്നൊക്കെ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്കതൊക്കെ പിൻവലിക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് ദിലീപ് ദേവസ്യ ഇപ്പോൾ കൊല്ലം സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ. ഇത് എന്താണ് കുളിസീനൊക്കെ പബ്ലിക്കായല്ലോ? സുജയ, വെരി ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ നിൽക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതായത് കൊല്ലം സാമ്പ്രാണിക്കൊടിയിലാണ്. ഇവിടെ നമ്മൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു മോർണിംഗ് ഷോ കഴിഞ്ഞിരുന്നു. അതിനുശേഷം വലിയൊരാൾക്കൂട്ടമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ ചൂടിനൊന്നും വകവെക്കാതെ 40 ഡിഗ്രിയാണ് കൊല്ലത്തെ ചൂടെന്നുള്ള കാര്യം ഓർക്കണം. ആ ചൂടിനൊന്നും വകവെക്കാതെ ഇതാ നിരവധി പേര് ആണ് ഇവിടെ നിന്ന് എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. സ്ഥലം ട്രിവാൻഡ്രം. നല്ല ചൂടാണ്. ട്രിവാൻഡ്രത്തെ അപേക്ഷിച്ച് ഇവിടെയാണ് ചൂട്. ട്രിവാൻഡ്രത്താണ് എവിടെയാണ് കൂടുതൽ? ഒരു 35 ഇവിടെ ആയിരിക്കും കൂടുതലായിരിക്കും. കൊല്ലായിരിക്കും കൂടുതലായിരിക്കും. 40 ഡിഗ്രി ചൂടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ 38. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂട്? സമീപകാലത്തെ രേഖപ്പെടുത്തിയതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കൂടുതലും ഉള്ളത് പാലക്കാടും തിരുവനന്തപുരമാണ്. 40+ ആണ്. ഇപ്പോൾ 44 ഒക്കെ ആയെന്ന് പറയുന്നു. ചേട്ടൻ ഇവിടെ തന്നെ ജോലി? ഞാൻ ഇവിടെ തന്നെ ഒരു ബോട്ടിന്റെ ഓണറാണ്. ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പെരുന്നാളും. ചൂടൊരു തടസ്സമാവുന്നുണ്ടോ ടൂറിസ്റ്റുകൾ? ഇല്ല, എങ്കിലും വരുന്നുണ്ട്. കാര്യം ഇവിടെ ഐലൻഡിൽ നല്ല കാറ്റുണ്ട്. അത് കാരണം ആൾക്കാർ. സുജിയ, എന്തൊക്കെയാണെങ്കിലും ആളുകളുടെ ഒരു വലിയൊരു ആൾക്കൂട്ടത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ചൂട് എല്ലാം വകവെച്ചുകൊണ്ട് തന്നെയാണ് ആൾക്കൂട്ടം ഇവിടേക്ക് ഓടിയെത്തുന്നത്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞങ്ങള് പുനലൂന്ന് വരിക. അപ്പൊ ചൂട് ഇവിടെയാണ്? പുനലൂരാ ചൂട് എപ്പോഴും കൂടുതൽ. അതെ അതെ അതെ. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ചൂട് ഒരുപാട് ചൂടുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നോ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ റിപ്പോർട്ടുകാർ ഇതെല്ലാം ബുക്ക് ചെയ്തെന്നാ പറയുന്നത്. റിപ്പോർട്ടർ ചാനൽ? നിങ്ങളെ കേട്ടിട്ട് ഞങ്ങളെ കേട്ടിട്ടുള്ളൂ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, ചേട്ടൻ കയറിയിട്ടേ ഞങ്ങൾ കയറുന്നുള്ളൂ കേട്ടോ. ഓക്കെ. സുജിയ, വലിയൊരു ആൾക്കൂട്ടം ഇവിടെ. നമുക്ക് പോകേണ്ടത് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ്. പുനലൂര് അതല്ല, അതിനു മുമ്പ് ഒരു സ്ഥലം പറഞ്ഞില്ലേ, പരശുവയ്ക്കൽ. അതെവിടാണെന്ന് അറിയാമോ? പരശുവയ്ക്കൽ തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരത്താണ്. പാറശാല അങ്ങ് അറ്റത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പരശുവയ്ക്കൽ. പാറശാല, നെയ്യാറ്റിൻകര പാറശാല അങ്ങോട്ട് അവിടെയാണ് പരശുവയ്ക്കൽ. പലരും നമ്മളിപ്പോൾ ഈ ബോട്ടിൽ കയറി ഒരു യാത്രയ്ക്കാണ് ഒരുങ്ങാൻ നിൽക്കുന്നത്. അതായത് ഈ ചൂടത്ത് എങ്ങനെയായിരിക്കും ഉള്ള യാത്ര, അല്ലെങ്കിൽ ഈ സാമ്പ്രാണിക്കൊടിയുടെ ദ്വീപിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്ന് നിരവധി ടൂറിസ്റ്റുകൾ എത്തിയതുകൊണ്ട് വലിയൊരു തടസ്സമാണ്. അതായത് നിരവധി ആളുകൾ, ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും തന്നെ മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് ഈ ബോട്ടിലൊക്കെ യാത്ര പാടുള്ളൂ. കാരണം ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ഈ സാമ്പ്രാണിക്കൊടിയുടെ പ്രത്യേകത, നമ്മളുടെ മോർണിംഗ് ഷോയിൽ ഡോക്ടർ അരുൺകുമാർ 3 മണിക്കൂറായിരുന്നു മോർണിംഗ് ഷോ ഇവിടെ കാണിച്ചിരുന്നത്. അന്ന് ആ മോർണിംഗ് ഷോയ്ക്ക് ശേഷമാണ് ഇവിടെ ഇത്ര കൂടുതൽ ആളുകൾ എത്തിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ചൂട് 40 ഡിഗ്രി ചൂടാണ്. പക്ഷേ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഞാൻ കുളിച്ചത് കല്ലടയാറ്റിലാണ്. പുനലൂരിലെ കല്ലടയാറ്റിൽ നിന്നായിരുന്നു ഞാൻ കുളിച്ചതെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സ്ഥലം കാണാൻ എത്തിയത് സാമ്പ്രാണിക്കൊടിയിലാണ്. പക്ഷെ അതിനൊരു വളരെ മനോഹരമായ ഈ സ്ഥലം, ഈ വേനൽ അവധിയിൽ ഇത് എത്ര പേരാണ് എത്തുന്നത്. ഞാനൊരു മലബാറിൽ നിന്ന് ആൾ എത്തുമ്പോൾ ഇവിടെ ഈ ഐലൻഡ് ആസ്വദിക്കാൻ, ബോട്ട് ആസ്വദിക്കാനായി നിരവധി
നിരവധി പേരാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഐലൻഡിൽ നിരവധി പേർ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ സ്കൂൾ പൂട്ടിയത് കൊണ്ട് ചേട്ടാ, ഈ സ്കൂളൊക്കെ പൂട്ടിയോണ്ട് കുറെ ആളുകൾ വരുന്നുണ്ട് ഇവിടെ. ആൾക്കാർ വരുന്നുണ്ട്. നല്ല രീതിയിൽ. ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടാണ്. ചൂട് കാരണം ആളുകൾ വരാതിരിക്കുന്നുണ്ടോ? ഇല്ല വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 2 മിനിറ്റ് യാത്രയാണ് അങ്ങോട്ടുള്ളത്. അപ്പം ഈ ചൂട് എന്തൊക്കെയാണെങ്കിലും ഈ ബോട്ടിലൊക്കെ കാണാം നിരവധി ആളുകൾ, കുട്ടികളടക്കമുള്ള നിരവധി ആളുകളുണ്ട്. ആളുകളെ കയറ്റുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ചൂടത്തും വെള്ളത്തിൽ കളിക്കാൻ. അവിടെ ആ സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങാവുന്ന ഒരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിൽ മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ. ഈ വലിയ അഷ്ടമുടിക്കായലിൻ്റെ ഈ ഭാഗത്ത് മുട്ടോളം വെള്ളമുണ്ട്. അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം, നേരത്തെ ആൾ പറഞ്ഞതുപോലെ തന്നെ പുനലൂരിൽ നിന്ന് അങ്ങോട്ട് എത്തുന്നത്. ആ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ധൃതി കൊണ്ട് തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ നോക്കൂ, ബോട്ടുകൾ എത്രയാണ്, നിരവധി ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടാണ് എത്ര ബോട്ടുകൾ, ഏകദേശം 40-45 ബോട്ടുകൾ ഇന്ന് വള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും തന്നെ ഈ വെള്ളത്തിൽ കളിക്കാൻ, ഈ ചൂട് കാരണം അല്പസമയമെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിച്ചുകൊണ്ട് സ്ഥലം ആസ്വദിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. സുജയ, ഓക്കെ ദിലീപ്, സാമ്പ്രാണിക്കൊടിയിൽ ലാൻഡ് ചെയ്യാൻ 2 മിനിറ്റ് എടുക്കുമെന്നല്ലേ പറഞ്ഞു? ആ 2 മിനിറ്റ് ഞാനൊരു കുഞ്ഞിടവേള എടുക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് ബോട്ട് ഓടിച്ച് അവിടേക്ക് എത്തിക്കോളൂ. സാമ്പ്രാണിക്കൊടിയുടെ വൈബിൽ, ഈ ചൂടത്ത് നല്ല ഒരു കൊല്ലം വൈബാണ് കാണിച്ചിരുന്നത്. സാമ്പ്രാണിക്കൊടി എല്ലാവരും ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ്. നല്ല ശീതളിമയുള്ള ആ ഒരു വൈകുന്നേര കാഴ്ചയിലേക്ക് ദിലീപ് ദേവസ്യം നമ്മളെ കൊണ്ടുപോകും.